ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം മരിച്ചു പോയാൽ എന്ത് നടക്കുമെന്നറിയാമോ? മരിക്കാറായ തിമിംഗലങ്ങൾക്ക് ആഴത്തിൽ നീന്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവ എപ്പോഴും കടലിന് മുകളിലായി അലസമായി നീന്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നീന്തി ഒടുവിൽ മരണപ്പെടുമ്പോൾ അത് കടലിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകും. ഇതിനെ വെയിൽഫോൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ കടൽത്തട്ടിലേക്ക് ആഴ്ന്നു പോയ തിമിംഗലത്തിന്റെ ഇറച്ചി തിന്നാനായി സ്രാവ്, ഈൽ എന്നിങ്ങനെയുള്ള മത്സ്യങ്ങൾ വരുന്നു. കുറച്ചു മാസങ്ങളിൽ ഇറച്ചി തീർന്നതിന് ശേഷം എല്ലിനുള്ളിലിരിക്കുന്ന കൊഴുപ്പ് ഒസിഡാക്സ് എന്ന് പേരുള്ള ഒരു പ്രത്യേക തരം കീടങ്ങൾ ആഹാരമാക്കുന്നു. എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഈ പ്രോസസ് നടക്കാൻ വർഷങ്ങൾ എടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് സൾഫോഫിലിക് എന്ന സ്റ്റേജിൽ ബാക്ടീരിയകൾ എല്ലിൽ നിന്ന് സൾഫൈഡ് പുറന്തള്ളുകയും വെയിൽഫോൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ട്യൂബ് വേംസ് പോലെയുള്ള ചെറിയ ജീവികൾക്ക് വളരാൻ സഹായകമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവാൻ 50 മുതൽ 100 വർഷം വരെ എടുക്കാറുണ്ട്. മരിച്ചുപോയതിന് 100 വർഷങ്ങൾക്ക് ശേഷവും സ്വന്തം ശരീരം മറ്റു പല ജീവികൾക്കും ആഹാരമാക്കാൻ നൽകുന്ന ലോകത്തിലെ ഒരേയൊരു ജീവി തിമിംഗലമാണ് കൂട്ടുകാരെ.